കൊടുക്കുമ്പോൾ 2 വയർ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ബേസ് ആയിട്ട് 2 വയർ കൊടുത്തിരിക്കും. ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തം ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇത് ബൾബ് റിപ്പയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ആ റിപ്പയർ എങ്ങനെ ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാ സാധനം. ഹലോ, നമസ്കാരം. ഞാൻ അലി പയ്യന്നൂർ. ഞാൻ സീരിയൽ ബൾബെല്ലാം ഉണ്ടാക്കുന്ന ഒരു ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ മുമ്പ് സീരിയൽ ബൾബ് റിപ്പയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ആ റിപ്പയർ എങ്ങനെ ചെയ്യാമെന്ന് അതിൻ്റെ ഒരു ടെസ്റ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാ സാധനം. അപ്പം പലരും എൻ്റെ സബ്സ്ക്രൈബറും അതുപോലെ പലരും യൂട്യൂബിൽ കമൻ്റ് ഇട്ട് ചോദിച്ചു ആ ടെസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ടെസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതുകൊണ്ട് എങ്ങനെ നമ്മൾ സീരിയൽ ബൾബ് എന്ന് പറയുമ്പോൾ 10-40 വോളം ബൾബ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏത് ബൾബ് പോയത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടെസ്റ്റർ ഉണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടെത്താൻ കഴിയും. ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തം ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റർ എന്ന് പറയുന്നത് ഇത് ഒരു 0 ബൾബാണ്. അത് കാണുന്നുണ്ടല്ലോ, ഒരു സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന 0 ബൾബ്. പിന്നെ ഇത് ഹോൾഡറാണ്. ഹോൾഡറിൽ വലിയ കമ്പോണ്ടൻസ് ഒന്നുമില്ല, സാധാരണ ഒരു ഹോൾഡർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ സാധാരണ നമ്മൾ ഹോൾഡറിൽ കൊടുക്കുമ്പോൾ 2 വയർ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ബേസ് ആയിട്ട് 2 വയർ കൊടുത്തിട്ടുണ്ട്. ആ 2 വയർ ഈ വയർ അത് ഞാൻ കാണിച്ചു തരാം. രണ്ട് വയറിൻ്റെ ഒരു തലക്ക് നമ്മൾ ഇതുപോലെ നമ്മളെ ഈ AC കൊടുക്കുന്ന പ്ലഗിൻ്റെ പിന്നിൻ്റെ ഒരു എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ തലക്ക് ഞാൻ നമ്മളെ ഇത് ഒരു പ്രോബ് കൊടുത്തിട്ടുണ്ട്. അതായത് പഴയ മൾട്ടിമീറ്ററിൻ്റെ, അതായത് കേടായ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് ഈ വയറിന് ഇങ്ങനെ ജോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് കട്ട് ചെയ്തില്ല ഇവിടുന്ന്. പക്ഷേ ഇത് ജോയിൻ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ നോർമലി ഇതിനകത്ത് കറണ്ട് ഉണ്ടാവില്ല, കാരണം നമ്മൾ ന്യൂട്രലാണ് കൊടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കറണ്ട് വരും, AC കറണ്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സൂക്ഷിച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കണം. ഇങ്ങനെ വയർ കണക്ഷൻ കൊടുക്കുന്നിട്ട് ഇൻസുലേഷൻ ചെയ്ത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യാൻ ചെയ്യും. പക്ഷേ ഈ സാധനം നമ്മൾ എപ്പോഴും ന്യൂട്രൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കില്ല, കറണ്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ന്യൂട്രൽ ഓൾറെഡി കറണ്ട് ഉണ്ടാവില്ല, പക്ഷേ ഫേസിൽ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ വീട്ടിൽ സാധാരണ വയറിങ് ചെയ്യുന്നത് വലത് ഭാഗത്ത്, അതായത് നമ്മളിങ്ങനെ അഭിമുഖമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ വലത് ഭാഗത്താണ് ഫേസ് വരിക, ഇടഭാഗത്ത് ന്യൂട്രലുമാണ് വരിക. അപ്പം തന്നെ നമ്മൾ ഇടത് ഭാഗത്ത് കൊടുത്താൽ മതി. അതല്ല നമ്മൾ ഇതുപോലെ നിങ്ങൾ ഒരു വയർ വലിച്ചിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഇതിനകത്ത് ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് കറണ്ടിൽ ടെസ്റ്റ് ചെയ്ത് കറണ്ടുള്ള ഭാഗം ഫേസാണ്, മറ്റേ ഭാഗം ന്യൂട്രലാണ്. അപ്പോൾ ഈ വയർ നമ്മൾ ന്യൂട്രൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഫേസിൽ കൊടുക്കാൻ പാടില്ല. ഫേസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യും, നമ്മളെ മാല ബൾബ് കേടായി പോവുകയും ചെയ്യും. അങ്ങനെ ഇത് ഫേസിൽ കൊടുക്കാം. ഇത് ഫേസിൽ കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ മറ്റേ തല, മറുതല. ഇതൊന്നിങ്ങനെ കറണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. ഈ ബൾബിനകത്തേക്ക് ഇടുക, ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. ഇപ്പോൾ ഇതിനകത്ത് AC 320 AC ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം, അവിടെ തൊടാൻ പാടില്ല, ഷോക്ക് അടിക്കും. ഇത് കറണ്ടില്ല വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വേറൊന്നും കമ്പോണ്ടൻ്റൊന്നും ഇല്ല, തെളിയിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കത്തിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു മാല ബൾബ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ മാല ബൾബിൻ്റെ 2 വയർ ശ്രദ്ധിക്കണം, ഒരു വയറല്ല, 2 വയർ നമ്മൾ ഇതുപോലെ കറണ്ടിൽ കൊടുക്കുക, ഫേസിലും ന്യൂട്രലും കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മാല ബൾബ് കത്തുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ബൾബ് നമുക്ക് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ പാടാണ്. കാരണം 10, 50, 40, 50 ബൾബുണ്ട്. ഇത്രയും ബൾബ് നമുക്ക് ഏത് ബൾബാണ് കത്താത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. അതെന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു തലക്കുന്ന ഒരു 10 ബൾബ് ഇങ്ങോട്ട് എടുക്കുക. അത് എണ്ണയിട്ട് ഒരു 10 ബൾബ് നമ്മൾ ഈ തലക്കുന്ന എടുക്കുക. 1, 2, 3, 4, 5, 6, 7. ഒരു 10 ബൾബ് നമ്മൾ എടുത്തിട്ട് ഇത് 10ാമത്തെ ബൾബാണ്. ഈ 10 ബൾബ് എടുത്തില്ല, ഈ 10ാമത്തെ ബൾബ് നമ്മൾ ഇതിൻ്റെ ബോബെല്ലാം അയച്ചിട്ട് നമ്മളിതൊന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം ഈ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ വലത് ഭാഗത്ത്, അതായത് ഈ 10 ആദ്യത്തെ, ഞാൻ ഇത് 10ാമത്തെ ബൾബാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 9 ബൾബ്, ഈ 10 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ബൾബും കത്തുന്നുണ്ട്, അങ്ങോട്ട് കത്തുന്നില്ല. അതിനർത്ഥം എന്താണ്, നമ്മൾ ഈ 10 ബൾബിന് ഒരു കുഴപ്പമില്ല, ഈ 10 ബൾബിന് ശേഷമുള്ള ബൾബിനാണ് കുഴപ്പമെന്നാണ്. അപ്പോൾ അതായത് ഇത് മുട്ടിക്കുമ്പോൾ നമ്മൾ ആ ചുവന്ന ലൈറ്റും കത്തുന്നുണ്ട്, ഈ 10 ബൾബും കത്തുന്നുണ്ട്. അപ്പോൾ ഈ ബൾബ് ഇതുവരെ കുഴപ്പമില്ല, ഇതിൻ്റെ അങ്ങോട്ടാണ് കുഴപ്പം. ഇനി ഇവിടുന്ന് വീണ്ടും നമുക്ക് അങ്ങോട്ടൊരു 10 എടുത്ത് നോക്കാം.
വീണ്ടും നമ്മളൊരു 10 ബൾബ് എടുത്തിട്ടുണ്ട്. 10 ബൾബ് എടുത്തിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. വയറിലൊന്ന് അല്പം നീക്കി ഇതുപോലെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാത്ത ഭാഗമാണ്, ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇതിൽ മുട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാത്ത ഭാഗത്തേക്കാണ് കത്തുന്നത്. അതായത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള എല്ലാം കത്തുന്നുണ്ട്, വലത് ഭാഗത്തിൽ കത്തുന്നില്ല. നേരത്തെ നമ്മൾ കണ്ട് 10 ബൾബ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ട് നമ്മളെ വലത് ഭാഗത്തെ കത്തുന്നുണ്ട്, ഇടത് ഭാഗത്തെ കത്തുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ 20 ബൾബിൻ്റെയും ആ 10 ബൾബിൻ്റെയും ഇടയിലുള്ള ഒരു 10 ബൾബിനാണ് പ്രശ്നം. അതായത് തലേന്ന് മുതൽ ഇത് 20ാമത്തെ ബൾബാണ്. അപ്പോൾ ആദ്യത്തെ 10 ബൾബിന് പ്രശ്നമില്ല. അപ്പോൾ അതിനുശേഷം 11 മുതൽ 20 വരെയുള്ള ഈ 10 ബൾബിൽ ഏതോ ഒരു ബൾബിനാണ് പ്രശ്നം. അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഈ 10ാമത്തെ മുതൽ നമുക്ക് ഇങ്ങോട്ട് ഒരു 5 ബൾബ് ഇങ്ങോട്ട് പിടിക്കാം. 1 2 3 4 5. അങ്ങനെ നമ്മൾ 10ാമത്തെ ബൾബ് തുടങ്ങി, അതായത് 15ാമത്തെ ബൾബ് എടുത്തിട്ടുണ്ട്. ഈ 15ാമത്തെ ബൾബ് എടുത്തിട്ട് ഇത് മുട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കുക ഏത് ഭാഗത്താണ് കത്തുന്നത്. അന്നേരവും ഇടത് ഭാഗത്താണ് കത്തുന്നത്, ഈ ഭാഗത്താണ് കത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ല, ഇങ്ങോട്ടാണ് കുഴപ്പം. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ബൾബേ പിന്നെ നമ്മൾ നോക്കേണ്ടുള്ളൂ. ഈ 5 ബൾബ് നോക്കുമ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലായത് ബൾബിനാണ് കുഴപ്പം. അപ്പോൾ ഇവിടെ ഒരു കണ്ടെത്തിയിട്ടുണ്ട് ഒരു ബൾബിന്. അതായത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ബൾബിനാണ് പ്രശ്നം. ഈ ബൾബിൻ്റെ ഷോൾഡറിങ് ഇളകി പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം. അത് നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു ബൾബ് അതായത് സർക്യൂട്ട് കണ്ടിന്യൂ ആവുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു ബൾബ് സോൾഡർ ചെയ്താൽ ഈ മാല ബൾബ് കംപ്ലീറ്റ് കത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിഷയം. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലാവാത്ത ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് ഷോൾഡർ ചെയ്തിട്ട് ഒന്ന് കത്തിച്ചും കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വയർ ഓൾറെഡി കറണ്ട് കുത്തിയിട്ടാണ് ഉള്ളത്. അത് കുത്തിയിട്ട് നമ്മൾ ഷോൾഡർ ചെയ്യരുത്. കാരണം ഒരു ശേഷം എവിടെയും കയ്യെല്ലാം മുട്ടിപ്പോയത് അപകടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡർ അയൺ പിന്നെ ഫുൾ എ സിയിലാണ്. ഇത് ബൾബ് എന്ന് പറയുന്നത് DC വർക്ക് ചെയ്യുന്നതാണ്, 1 വാട്ട് ബൾബാണ്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ഷൻ ഊരി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഇത് ബൾബ് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ എല്ലാ ബൾബും കത്തിയിരിക്കുകയാണ്. നമ്മൾ ആകെ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ 50 ബൾബ് ചെക്ക് ചെയ്തു, റിപ്പയർ ചെയ്തു. കാരണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. കാരണം നമ്മൾ പിന്നെ ഈ ടെസ്റ്റർ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ ടെസ്റ്റർ കൊണ്ടൊന്നും നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ സ്പീഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ടെസ്റ്റർ തന്നെ ഉണ്ടാക്കണം. ഇത് വളരെ ഈസിയാണ്. കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഭവം, അതായത് ഈ തല വയറിൻ്റെ ഈ തല നമ്മളെപ്പോഴും ന്യൂട്രൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഫേസ് കൊടുക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നും കൂടെ പറയുകയാണ്, ഇത് ഫേസിൽ കൊടുക്കരുത്, ന്യൂട്രൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ന്യൂട്രൽ കൊടുത്തതിനകത്ത് കറണ്ട് ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാകാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.